പ്യുവർ റോ സിൽക്ക് ഫാബ്രിക്കിലുള്ള പ്രീമിയം സാരീസാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്നത്. കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള സാരീസും അതുപോലെ തന്നെ ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാരീസാണ്. എല്ലാം ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. ഞാൻ ഉടുത്തിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡാണ് ഇത് വരുന്നത്. ഇത് വരുമ്പോൾ ഒരു മജന്തയും അതുപോലെ ഒരു റെഡും ഒക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണ്. ഇതിലേക്കൊരു ക്രീം കളറിലുള്ള ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. ഓൾ ഓവർ സാരി അതുപോലെ പല്ലു പോർഷൻ എല്ലാം ഇങ്ങനെ സിംഗിൾ ഷെയ്ഡിൽ ക്രീം കളറിലുള്ള ബ്ലോക്ക് പ്രിൻ്റ് ആണ്. ഇതിൻ്റെ ബ്ലൗസ് ആണെങ്കിലും ഈ സെയിം പ്ലെയിൻ കളറിൽ വന്നിട്ട് സൈഡിലോട്ട് ഈ ബോർഡർ വരുന്ന പോലെയാണ് സ്ലീവിൻ്റെ എൻഡിലോട്ട് കൊടുക്കുന്നത്. അപ്പോൾ നല്ല റിച്ച് ലുക്കിംഗ് സാരിയാണ്. നമുക്കൊരു പേൾ സെറ്റൊക്കെ ആയിട്ട് പെയർ ചെയ്യുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നതാണ്. ഇതിൽ തന്നെ നമുക്ക് കുറേ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈൻസ് ഉണ്ട്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു സാരി ആണെങ്കിലും പ്യുവർ റോ സിൽക്കിൽ തന്നെ കംപ്ലീറ്റ്ലി നമ്മളിന്ന് കാണുന്ന എല്ലാം റോ സിൽക്ക് കേട്ടോ. ചെറിയ പ്രിൻറ്റുകളാണ് ബോഡി ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്. സൈഡിലോട്ട് ബോർഡർ വരുമ്പോഴത്തേക്ക് അതുപോലെ ഒരു ജോമെട്രിക് ഡിസൈനിൽ വന്നിട്ടുള്ളതാണ്. ഈവൻ പല്ലു പോർഷനെല്ലാം നല്ല റിച്ച് ലുക്കിംഗ് ആണ്. കളർ വൈസ് ആണെങ്കിലും വളരെ റിച്ച് ലുക്കിംഗ് ആണ്. ഒരു ഞാൻ പറഞ്ഞ പോലെ റാണി പിങ്ക് ആൻഡ് ഒരു റെഡൊക്കെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള നല്ലൊരു ഷെയ്ഡാണ്. അതുപോലെയാണ് ഈ ഒരു സാരി. ഇതിലേക്ക് ബ്ലൗസ് വരുമ്പോൾ എല്ലാം ഞാൻ പറഞ്ഞ പോലെ ഓരോന്നിനും ഡിഫറെൻ്റ് ആണ്. ഇതിലേക്ക് വന്നിരിക്കുന്ന പ്ലെയിൻ ആണ്, എന്നിട്ട് ബോർഡർ താഴെ വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. റോ സിൽക്ക് ആയതുകൊണ്ട് തന്നെ കോസ്റ്റ് വൈസ് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള സാരീസാണ് ഇതെല്ലാം. അടുത്തത് വന്നിരിക്കുന്ന ഒരു മജന്ത കളറാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഷെയ്ഡും കാണാനായിട്ട്. ഇതുപോലെ വരും. നമുക്കൊരു വെഡ്ഡിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഫങ്ഷനോ ഒക്കെ ഹെവി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ല ഭംഗിയുള്ള ക്ലാസി ആയിട്ടുള്ള സാരി കളക്ഷൻ. ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതും പ്ലെയിൻ ആയിട്ട് തന്നെയാണ്, സൈഡിൽ ബോർഡർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി അടുത്തൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ട് വയലറ്റ് കളറിൽ വന്നിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ കണ്ടില്ല, അതിൻ്റെ തന്നെ വേറൊരു ഷെയ്ഡാണിത്. ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വന്നിട്ടുള്ളത്. അടുത്തൊരു ഗ്രീൻ ടോണിൽ വന്നിരിക്കുന്നതാണ്. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡ്. ഇതാണ് അതിൻ്റെ പല്ലു. ഒരു ഡിഫറെൻറ്റ് ഫീലാണ്. ഈവൻ ബോർഡർ ആണെങ്കിൽ ആ ഒരു ജാലി പാറ്റേണിലുള്ള ഫ്ലോറൽ പ്രിൻറ്റുകളാണ് ബ്ലോക്ക് പ്രിൻറ്റിൽ വന്നിരിക്കുന്നത്. ഇതിലോട്ട് ഒരു ക്രീം കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രീനിൻ്റെ നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്. ഇതൊരു കോറൽ റെഡ് കളറിലോട്ട് വന്നിട്ടുള്ളതാണ്. ഇതിനകത്തൊരു കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് ആണ് ബ്ലോക്ക് പ്രിൻറ്റിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പേസ്ലി ഡിസൈൻസിലോട്ടൊക്കെ ബ്ലൂയിഷ് ഗ്രേ, അതുപോലെ പല്ലുലോട്ട് കാഷീഷിൻ്റെ ഒക്കെ കോമ്പിനേഷനും ഒരു ലൈറ്റ് പേർപ്പിൾ കോമ്പിനേഷനൊക്കെയാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്ന കോൺട്രാസ്റ്റ് ആണ്. ബ്ലൗസ് വരുമ്പോൾ കാഷി ഷെയ്ഡിലോട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു സാരി നല്ലൊരു ഷെയ്ഡിലോട്ട് വന്നേക്കുന്നതായിട്ട് ഒരു ബീൻ ഗ്രീൻ്റെ കളറാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ. അപ്പോൾ ഇതിലോട്ട് പല്ലു പോർഷനിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പാറ്റേൺ ആണ്. ഇതെല്ലാം സിംഗിൾ ഷെയ്ഡിലോട്ട് വന്നിരിക്കുന്നതാണ്, കോൺട്രാസ്റ്റ് അല്ല. ഈവൻ ബ്ലൗസ് ആണെങ്കിലും സെയിം കളറിലോട്ടാണ് വരുന്നത്. ഇപ്പോൾ ഇതിലേക്ക് ബോർഡർ വരുന്നില്ല, ഫുള്ളായിട്ട് ബൂട്ടാസ് ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റ് ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇത് കോൺട്രാസ്റ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇതൊരു ഹെദർ പേർപ്പിൾ കളറിലോട്ട് ബ്രൈറ്റ് പിങ്കും വരുന്നുണ്ട്, അതൊരു ടീൽ ഗ്രീനും കൂടെ. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ സാരി കാണാൻ. കോമ്പിനേഷനും നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതുപോലെ വരും നമ്മൾ സാരി ഉടുത്ത് കഴിയുമ്പം. ഇതിൻ്റെ ബ്ലൗസ് വന്നിരിക്കുന്നതും സെയിം കളറിൽ തന്നെയാണ്, എന്നിട്ട് ബോർഡർ വരുന്ന രീതിയിലാണ്. അടുത്ത ഈ ഒരു സാരിയും ഹെദർ പേർപ്പിളാണ്. അതിലേക്ക് പിങ്ക് കളറിലുള്ള ബോർഡറും ഈവൻ ബൂട്ടാസ് എല്ലാം പിങ്ക് ഷെയ്ഡിലോട്ട് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നതാണ്. നമ്മളിപ്പോൾ കണ്ട എല്ലാ സാരീസും തന്നെ നല്ല യൂണീക്ക് ആയിട്ടുള്ള നല്ല കളേഴ്സിൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന സാരീസ് ആയിരുന്നു. അപ്പോൾ പർച്ചേസ് ചെയ്യാൻ ഞങ്ങളുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യാവുന്നതാണ്, www.dctclothing.store. താങ്ക്സ് ഫോർ വാച്ചിങ്.